BJP കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനാചരണവും പരിശീലനവും നടത്തി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KK അനൂപ് ഉദ്ഘാടനം ചെയ്തു. BJP കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനാചരണവും പരിശീലനവും സംഘടിപ്പിച്ചു. കായംകുളത്തെ SNDP ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KK അനൂപ് ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ യോഗാ ദിനത്തോട് അനുബന്ധമായി നമുക്ക് കൂടുതൽ കാര്യക്ഷമതയോടുകൂടി യോഗാ പരിപാടികൾ നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജീവിതത്തിൻ്റെ ഭാഗമാക്കി ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്തുവാൻ വേണ്ടി ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാത്ത സമൂഹത്തിന് മാതൃകയാകുന്ന ഒരു ജീവിത ക്രമം വളർത്തിയെടുക്കുന്നതിനായി അന്താരാഷ്ട്ര യോഗ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിന്ന് ഈ യോഗയുടെ പരിശീലനവും അതിൻ്റെ ആരംഭവും കുറിക്കുകയാണ്. തീർച്ചയായും എൻ്റെ കുടുംബത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, സമീപത്തുള്ള കുടുംബങ്ങളിൽ ഒക്കെ രോഗബാധിതരായ ആൾക്കാർ ഇല്ലാതിരിക്കാൻ വേണ്ടി യോഗയുടെ പരിശീലനം പൂർത്തീകരിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുമെന്ന ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടി ആണ് നാം ഇന്നിവിടുന്ന് മടങ്ങേണ്ടത്. അതിന് നമുക്ക് തയ്യാറാകണമെന്ന് സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ ബഹുമാനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജി ലോകത്തിന് മുമ്പിലേക്ക് ഭാരതം അവതരിപ്പിച്ച ഈ യോഗയെ ലോകത്തിന് മുമ്പിലേക്ക് വീണ്ടും അവതരിപ്പിക്കുകയും അത് ലോകം മുഴുവൻ ഏറ്റെടുക്കുകയും ഇന്ന് വിദേശ രാജ്യങ്ങളടക്കം യോഗ ചെയ്യുന്നതിനായി, യോഗ പരിശീലിക്കുന്നതിനായി, യോഗ തങ്ങളുടെ ജീവിതത്തിൻ്റെ രീതിയാക്കി മാറ്റുന്നതിനായി പരസ്പരം സ്നേഹപൂർവ്വം സന്തോഷത്തോടെ ആരോഗ്യത്തോടെ മത്സരിക്കുന്നത് കാണുമ്പോൾ ഭാരതം വീണ്ടും ആ രാജ്യങ്ങൾക്ക് മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ യോഗാ ദിനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി മണ്ഡലം പ്രസിഡന്റ് R വിനോദ് അധ്യക്ഷനായി. സ്വാമി ശ്രീ ദേവാത്മ ചൈതന്യ യോഗ പരിശീലനം നയിച്ചു. ഇടതുഭാഗം കൊണ്ട് ശ്വസിക്കുമ്പോൾ വലതുഭാഗമാണ് ആക്ടിവേറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ട്രോക്കൊക്കെ വരുന്ന ആൾക്കാരുടെ ഇടതുഭാഗത്താണ് ബ്ലഡ് കോട്ട് ഉണ്ടാകുന്നതെങ്കിൽ എന്തായിരിക്കും, വലതുഭാഗമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവരുടെ ഭാഗം തളരുന്നത്. ഇടതുവശം തളർന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ട് ബ്ലഡിൻ്റെ കോട്ട് ഉണ്ടാകുന്ന എവിടെയാണ്, വലതുവശത്തായിരിക്കും. ഇങ്ങനെ ഒരു ബോഡിക്ക് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഇമോഷൻ, അതേപോലെ തന്നെ നമ്മുടെ അനലിറ്റിക്കലായിട്ടുള്ളത് രണ്ട് ഭാഗമുണ്ട്. ഇമോഷൻ്റെ ഒരു ഭാഗമുണ്ട് അനാലിസിസ് ചെയ്യുക, ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുക. സ്വാഭാവികമായിട്ടും ഇടതുവശമാണ് ഈ കൂടുതലും അനലിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെ നിർവഹിക്കുന്നത്. എന്നാൽ ഇമോഷൻസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വലതുവശമാണ്. അങ്ങനെ ഈ രണ്ട് ഭാഗവും ബാലൻസ് ചെയ്തിരുന്നെങ്കിൽ മാത്രമേ ഒരാൾ ആരോഗ്യമുള്ളത് ഒരാളാണെന്ന് പറയാൻ പറ്റൂ. എന്തർത്ഥത്തിൽ? ഇമോഷൻ്റെയൊക്കെ ഭാഗത്തിൽ, ശാരീരികമായിട്ടല്ല. ചിന്തിക്കാൻ ശേഷി വേണം, അനലൈസ് ചെയ്യാൻ ശേഷി വേണം. ഉദാഹരണത്തിന് പൊളിറ്റിക്സിൽ എന്താണ്, ഒരു കാര്യത്തെ നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ടൊരു തീരുമാനം എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനുള്ള കപ്പാസിറ്റി വേണം. ഇമോഷൻസിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള അതിനുള്ള കപ്പാസിറ്റി വേണം. ആരെങ്കിലും കാണുമ്പം അങ്ങ് 4 തെറി വിളിക്കുക. പ്രത്യേകിച്ച് പൊളിറ്റിക്സിൽ എന്താണ്, ഇങ്ങോട്ട് എത്ര തെറി കിട്ടിയാൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വളരെ ബഹുമാനത്തോടെ നിൽക്കാനൊക്കെ വേണം. എങ്കിൽ അവൻ 2 എണ്ണം പറഞ്ഞ് ഞാൻ 6 എണ്ണം പറയാമെന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞ എന്താണ്, ഇമോഷൻസ്. ആ ഇമോഷനെ നമുക്ക് എന്ത് ചെയ്യാൻ ശേഷിയില്ല, നിയന്ത്രിക്കാനുള്ള ശേഷിയില്ല. വിചാരം നമുക്ക് കുറവാണ്. അങ്ങനെ വരും. ഇതൊക്കെ നമ്മൾ ബാലൻസ് ചെയ്യുന്നത് ഈ പ്രാണായാമം കൊണ്ടാണ്. ഈ കപ്പാസിറ്റിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ് പ്രാണായാമം കൊണ്ടാണ്, അല്ലാതെ ഫിസിക്കലായിട്ടുള്ള വ്യായാമം കൊണ്ടല്ല. അതാണ് പ്രാണായാമം എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് ഒരെണ്ണമേ ഉള്ളൂ. അത് അനുലോമ വിലോമ എന്ന് പറയും. എന്നുവെച്ചാൽ വലത് നമുക്കറിയാം, ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നോസ്ട്രൽ ബ്രീത്തിങ്. ഇടതുവശത്തുകൂടി ശ്വാസം എടുക്കുന്നു, വലതുവശത്തുകൂടി ശ്വാസം വിടുന്നു. അത് പല ക്രമമുണ്ട്. ഇത് ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് നമ്മൾ പഠിക്കുന്നതും അഡ്വാൻസ് ആയിട്ട് പോകുമ്പോഴും പലതരത്തിലേക്കാണ് നമ്മളത് ചെയ്യുന്നത്. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് രമേശ് കൊച്ചുമുറി, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ബിജു ആമ്പക്കാട്, ബിബിൻ രാജ്, അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ, മണ്ഡലം ഭാരവാഹികളായ R രാജേഷ്, സ്റ്റാലിൻ, ഉണ്ണികൃഷ്ണൻ കാക്കനാട്, ശ്രീലക്ഷ്മി, K പ്രസാദ്, സ്വപ്ന, സരസ്വതി രമേശ്, അഞ്ജന കുമാരി, സുരേഷ് കുമാർ, അഖിൽ, അഭിലാഷ്, ശ്രീകുമാർ, മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.